ഹലോ. രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര മഴ കേട്ടോ. എല്ലായിടത്തേക്കും മഴ ഉണ്ടാവില്ലേ? ഈ വീഡിയോ ശനിയാഴ്ചക്കത്തെ വീഡിയോ ആണ്. ഇപ്പോൾ ഞാനുള്ളത് മുണ്ടക്കുന്നിലെ പെരയിലാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ താമസം മാറിയിട്ടുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച രാത്രിയാണ് ഇങ്ങോട്ടേക്ക് മാറിയത്. കണ്ടോ, സാധനങ്ങളൊക്കെ രാത്രിയാണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും സെറ്റാക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസമാണ് ഇത് ശരിയാക്കുന്നത്. കണ്ടോ, എല്ലാതും കൂടുന്നങ്ങാണ്ട് നിലത്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ സാധനങ്ങൾ ഒതുക്കി വെക്കുന്ന തിരക്കിൽ ഞങ്ങൾ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ. ചോറൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻകാരൻ വന്നാൽ മീൻ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ മീൻകാരനൊട്ട് വന്നതുമില്ല. അപ്പോൾ പിന്നെ ചോറ് കഴിക്കാൻ തന്നെ ഒരുപാട് സമയമായിക്കുന്നു കേട്ടോ. അപ്പോൾ ചോറിനൊന്നിനും കൂട്ടാല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ സോയാബീൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ സോയാബീൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. സോയാബീൻ നമ്മൾ ബീഫ് വെക്കില്ലേ, അതേപോലെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ആദ്യം ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതുപോലെ വലിയ ജീരകമൊക്കെ ചേർത്ത് ചതച്ചെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചേർത്ത മസാലകൾ മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ സോയാബീൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് വറ്റി വരണം. അപ്പോൾ ഇതാ സോയാബീനൊക്കെ നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സോയാബീൻ റെഡി ആയിട്ടുണ്ട്.